ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ലിറ്റിൽ ഫിലിം ഡേറ്റ് വിത്ത് മൈ സിസ്റ്ററാണ്. സോ നമ്മളൊരു സിനിമയ്ക്ക് പോവാണ് ഗൈസ്. യെസ്, നമ്മുടെ വീടിൻ്റെ പരിസരമാണിത്. സോ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് വന്നതാണേ. ആൻഡ് ഇത് പാല. ഇവിടെ നിറച്ച് നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താ റബ്ബറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ക ഒരു ഗ്രാമീണത ഉള്ളൊരു ഇതാണ്. സോ നമ്മൾ പാല തിയേറ്ററിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് 11:30 കാന്താര കാണാൻ വേണ്ടി പോകണം ഗൈസ്. സോ എല്ലാവരും പറഞ്ഞു അടിപൊളി പടം. അച്ഛനും പറഞ്ഞു അച്ഛൻ ലോകേനേക്കാളും ഇഷ്ടപ്പെട്ടത് കാന്താരയാണ്. ഓൾറെഡി കണ്ടു ഗൈസ്. അച്ഛൻ ഇറങ്ങുമ്പോഴേ ഇവൾ ഓൾറെഡി കണ്ടു. ഇവളും അച്ഛനൊക്കെ ഓൾറെഡി കണ്ടു ഇറങ്ങിയ ദിവസം തന്നെ. ഇപ്പം നമ്മുടെ വീട്ടിൽ സിനിമ ഇറങ്ങുമ്പോഴേ പോയി കാണും. കണ്ടുകൊണ്ട് അപ്പം ഒരു സിനിമ പോലും അച്ഛൻ മിസ് ചെയ്യില്ല, എല്ലാം പോയി കാണും. അപ്പോൾ അതുകൊണ്ട് എനിക്കും എടി നിനക്ക് പോക്കറ്റുണ്ടോടി? പോക്കറ്റ് ഇട്ടച്ച എന്നാ എനിക്കും അപ്പം അങ്ങനെ സിനിമയ്ക്ക് പോകണം. അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ നിന്ന് പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്പം ഓഫീസിൽ നിന്ന് ഉടനെ ഒന്നും പോക്ക് കാണില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോവാണ്. സോ കാന്താര നമുക്ക് 11:30 ഷോയ്ക്ക് പാല വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ബസ്സിന് പോകേണ്ട ദൂരമേ ഉള്ളൂ. 10:55 നമ്മളെത്തും. അത്രയും ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. ഞാൻ വീട്ടിൽ വെച്ച് നിന്നോട് 11 മണി കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ? അതെ. ഈ വീട് അടിപൊളിയാക്കിയല്ലേ അവർ സെറ്റപ്പാക്കി. ഇവർ മാറ്റിയോ? അവരുടെ മത്സരിച്ചാക്കുന്ന. പക്ഷേ വീട് കൊള്ളാം, അടിപൊളിയാക്കി. നേരത്തെ ഇതിങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഒരു പാട്ട വീടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല അടിപൊളി വീടാക്കി. ഇവിടെ എല്ലാവരും പെട്ടെന്ന് വീടൊക്കെ ശരിയാക്കി. നല്ല കുട്ടപ്പന്മാരും വഴിയാണേലും പെട്ടെന്ന് എല്ലാവരും ശരിയാക്കി തരും. ഈ വഴിയൊക്കെ നേരത്തെ പൊട്ട വഴിയായിരുന്നു. പക്ഷെ അതവർ വഴിയൊക്കെ പെട്ടെന്ന് ശരിയാക്കി തരും. ഇവിടെ ആൾക്കാർക്കാണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് എല്ലാം ടപ്പേ നടക്കും. വെയിലുണ്ടോ? കുട എടുക്കണമായിരുന്നോ? നല്ല വെയിലുണ്ട്. വീട്ടിൽ നിന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്നൊക്കെ ഓർത്തു, എടുക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു ഗൈസ്. എനിക്ക് പനിയാണ്. ഈ പനിയത്താണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. കുഴപ്പമില്ല. ഈ പനിയും പിടിച്ചാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. അതുമല്ല എനിക്ക് പീരിയഡ്സ് ആയി. അതിൻ്റെ നല്ല ടയേർഡ്നെസ് ഉണ്ട്. ഇത്തവണ ബ്ലീഡിങ് ഇച്ചിരി കൂടുതലാണ്. അപ്പം എനിക്ക് അതിൻ്റെ പ്രോബ്ലം, പിന്നെ പനി വന്നതിൻ്റെ ഒരു ക്ഷീണം, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഞാൻ മൈക്കോ കാര്യങ്ങളോ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടായിരിക്കും. ക്ഷമിക്കുക. ഞാൻ മൈക്ക് വാങ്ങി കേട്ടോ. ഞാനും വാങ്ങി. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്രിറ്റിന് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത അതൊക്കെ മൈക്ക്, എൻ്റെ യൂട്യൂബിലേക്ക് വേണ്ട എസെൻഷ്യൽസൊക്കെ കൊള്ളായിരുന്നു. ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ ആളുണ്ടടാ. നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് ഇവിടുന്ന് കുറച്ചുണ്ട് നടക്കാൻ. ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ചേറെ ഉണ്ട് നമുക്കിവിടെ നടക്കാനായിട്ട്. കാരണം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂട്ടർ കേടായിട്ടിരിക്കുക വീട്ടിൽ. ആൻഡ് ഓൾസോ സച്ച് ജോലിക്ക് പോയിക്കുന്നുണ്ട്. കാറും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ നടക്കുകയാണ്. ചിന്നു എന്താ ഇങ്ങനെ നടക്കുന്നത്? ഇതാണ് ചിന്നുൻ്റെ ഔട്ട്ഫിറ്റ്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാൻ പിടിച്ചോട്ടെ. ഈ ഒരു പാൻസും അല്ലാണ്ട് പിടിച്ചു തരാം. ആൾറെഡി കുഴപ്പമില്ല. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് നമ്മൾ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. സ്റ്റൈൽ യൂണിയനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളായിരുന്നു. നല്ല കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ആവി എടുക്കുന്ന മെറ്റീരിയലാണെന്ന് തോന്നും. പക്ഷെ നല്ല വൂളൻ ക്ലോത്താണ്. ത്രെഡാണ്, എൻറ്റയർലി ത്രെഡാണ്.
നല്ല സുഖം ഇടാനായിട്ട്. പിന്നെ ഫാഷൻ ലൈക്ക് ഈ കോട്ട് സെറ്റിൻ്റെ പാൻറ്റിനാണെങ്കിലും ലൈക്ക് ഞാൻ പറഞ്ഞു എൻ്റയർലി ത്രെഡ് ആണെങ്കിലും ഇതിനകത്ത് അവർ നമുക്ക് ചിലർക്ക് ചിലതിടുമ്പോഴത്തേക്ക് പാൻറ്റ് ലൈൻസൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ ഇവർ ഓൾറെഡി ഇതിനകത്തൊരു കട്ടിയുള്ള തുണിയും കൂടെ നിക്കറിൻ്റെ വലുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഓ താങ്ക് യു. എടി ഇത് അവിടെ നിൽക്കുന്നതാണെന്നുള്ളത് ഭംഗി. നീ എന്താണ് ഇത് പറിച്ചേ? ഒരു പൂവിൻ്റെ വേറൊരു പൂ ഇരിക്കുമ്പോൾ വേറൊരു ഭംഗിയാണത്. സോ സ്വീറ്റ്. അപ്പോൾ ഇവിടെ എനിക്ക് നല്ല വെയിൽ, മിക്കപ്പോഴും എൻ്റെ പനി കൂടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഗൈസ്. കുട എടുക്കാറുണ്ട്. കുട എടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. കണ്ടോ രണ്ടെണ്ണങ്ങൾ അവിടെ. പട്ടിയല്ലേ? നല്ലതല്ലേ? ലോറോ അല്ല, രണ്ടും കൊണ്ട് കേട്ടിപ്പോഴും. ഐ റിയലി മിസ് അവർ ബ്രൂണോ. ബ്രൂണോ, ഓ താങ്ക് യു, ഐ ലവ് യു ടു. സോ എനിക്ക് ക്യാമറ മരിക്ക് പിടിക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ സ്റ്റിക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അല്ല ഞാൻ പിടിച്ചോളാം. ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ ഇതുപോലെ സ്റ്റിക്കൊക്കെ ഇതുപോലെ നടക്കുമ്പോൾ ക്യാമറ അനങ്ങാതെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് വരും. ഓ കണ്ടോ, ഇതുപോലെ ഇൻ്റർലി ഇങ്ങനെ കാട് പിടിച്ച രീതിയിലാണ് നമ്മുടെ വഴിയിരിക്കുന്നത് ഗൈസ്. ഇതുപോലൊരു കാട്ടിലൂടെ എന്നാടി. സോ സോ ഗൈസ്, എനിക്കിന്ന് വാക്കിംഗ് ഡേ ആണ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ലീവ് എടുത്തു. എനിക്കൊരു ഒരു ഡേ ഫ്രീ വേണമായിരുന്നു ഫ്രം മൈ പ്രൊഫഷണൽ ലൈഫ്. ആൻഡ് സോ നോർമലി എന്താ എനിക്ക് ഉണ്ട്. ഓക്കെ, സോ ഞാൻ വീക്കെൻഡ്സിൽ വീട്ടിൽ വരും. വീക്കെൻഡ്സിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും അച്ഛനോ ചിന്നോ ആരും ഇവിടെ കാണില്ല. അപ്പോൾ ഇവരും കൂടെ ഉള്ള വീക്കെൻഡ് നോക്കിയിട്ടാണ് ഞാൻ വരുന്നത്. നീ വരുന്ന ടൈം വെച്ച് ഞങ്ങൾ ഷെഡ്യൂൾ ഞങ്ങൾ മാറ്റുക. യെസ്, എങ്ങനെയൊക്കെയോ നമ്മൾ ഒന്നിച്ചുള്ള ദിവസങ്ങൾ മാത്രം. കാരണം അച്ഛന് കൂടുതലും കിഴക്കോട്ടാ പണി. പെരിമേട്, വാഗമൺ, ഇടുക്കി, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി തമിഴ്നാട് അങ്ങോട്ടൊക്കെ ആയിരിക്കും അച്ഛന് പണി കൂടുതലും. രാമേശ്വരം അവിടെയൊക്കെ അച്ഛന് പണി. അപ്പം അച്ഛൻ ഈ കോൺട്രാക്ടർ ആയതുകൊണ്ട് അച്ഛൻ്റെ കുറച്ച് തമിഴ് പണിക്കാരൊക്കെ ഉണ്ട്. എടി അച്ഛൻ്റെ തമിഴ് പണിക്കാരുടെ പേരെന്നാ? സ്ഥിരം അച്ഛൻ വിളിക്കുന്നൊരു പയ്യനുണ്ടല്ലോ. എനിക്കറിയാം, പേരറിയാം. ഓ എനിക്കും അറിയാവുന്ന. അച്ഛൻ വീഡിയോ കോളൊക്കെ വിളിച്ചവരെ നാച്ചി. അത് തന്നെ നാച്ചിയപ്പ. അതെ, ഇന്നേക്ക് പണിയില്ലേ, നീ തിരുമ്പ എന്നെ കൂപ്പിട്, ഞാൻ சொல்றேன். അച്ഛൻ ഭയങ്കര പാവം പയ്യനാണ്. അച്ഛൻ്റെ പണിക്കാരെല്ലാം ഭയങ്കര പാവമാണ്. അപ്പം ഭയങ്കര സ്നേഹമാണ് അവർക്ക് ഞങ്ങളോടും. അപ്പം കുറേ വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അച്ഛൻ എപ്പോൾ വിളിച്ചാലും അതുകൊണ്ട് എല്ലാ പണിക്കും അച്ഛൻ അവരെ തന്നെ വിളിക്കും. അച്ഛന് ബംഗാളികളെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല. അവരാണ് എപ്പോഴും അച്ഛൻ അവരെ വിശ്വസിച്ച് എപ്പോഴും പണി പിടിക്കുന്നതും. അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് അച്ഛനിങ്ങനെ പോരും. അച്ഛൻ ഇതായതുകൊണ്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞ് അവരെ ഏൽപ്പിക്കും. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരും. അങ്ങനെയൊക്കെയാണ്. നല്ല പാവ ആൾക്കാർ. പിന്നെ എല്ലാം പറഞ്ഞാലും അച്ഛൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഒരു പണിത് സെറ്റാക്കി തരും. അങ്ങനെ അപ്പോൾ അപ്പോൾ അച്ഛൻ അങ്ങനെ. അപ്പോൾ ഇതുപോലെ ചിന്നു വർക്ക് ചെയ്യുന്നത് ഡിസൈനിങ് ഫീൽഡാണ്. ലൈക്ക് ഇൻറ്റീരിയർ അല്ല, ഫാഷൻ ഡിസൈനിങ് ആണ്. അപ്പോൾ അച്ഛനും ഡിസൈനിങ്ങാണ്. അച്ഛൻ ഇൻറ്റീരിയർ അല്ല ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഔട്ട്ഡോറാണ്. ഔട്ട്ഡോർ കാര്യങ്ങളെല്ലാം നല്ല ഇൻറ്റീരിയർ ഉണ്ട് അച്ഛന്. പക്ഷെ അച്ഛൻ അധികം ഇൻറ്റീരിയർ അങ്ങനെ പിടിക്കാറില്ല. അച്ഛൻ ഔട്ട്ഡോറാണ്. അത് റിസോർട്ട് വർക്ക് അച്ഛൻ കൂടുതൽ പിടിക്കുന്നത്. അയ്യോ അടിപൊളി അച്ഛൻ ചെയ്തിട്ടുള്ളതൊക്കെ. അന്നേരത്തേക്കും ചിന്നു അപ്പം എൻ്റയർലി ഫാഷൻ ഫീൽഡാണ്. അപ്പം അവൾക്കും ഇതുപോലെ തന്നെ ഓരോ ഫാഷൻ അനുസരിച്ച് അതുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. പിന്നെ കളർ കോമ്പിനേഷനായിട്ടും എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം ഇവരെപ്പോഴും. അപ്പം
അതിന് വേണ്ടിയിട്ട് ഇവർ ബോംബെയിലും പിന്നെ എവിടെ വെച്ചാൽ തഞ്ചാവൂരാണോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഷൂട്ടൊക്കെ കണ്ടോണ്ടാ കോയമ്പത്തൂർ വെച്ച് ഇവർക്കെന്തോ ഷൂട്ട് എന്തോ ഒരു സിനിമ പ്രൊഡക്ഷൻസിൻ്റെ എന്തോ ഷൂട്ട് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ചിന്നു വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞൊരു സംഭവമാണ് ഗൈസ്, പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചിന്നു മിക്കപ്പോഴും വീട്ടിൽ കാണില്ല, അവളും ഇങ്ങനെ യാത്രയിലായിരിക്കും. പിന്നെ ഈയിടെ അവൾക്ക് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, മറ്റേ ആര്യ ബഡായുടെ ഏതായിരുന്നടി ഇവരെ മറ്റേ എന്തായിരുന്നടി അവരെ എന്നാ കാഞ്ചീപുരം ആര്യ ബഡായുടെ ഇതിൽ അവൾക്ക് കൊച്ചിയിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ സാലറി കുറവാണ്. അപ്പോൾ അതുമല്ല അവർ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു, വർക്ക് ചെയ്തിട്ട് ഇവളുമായിട്ടുള്ളതൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ, അപ്പോൾ എന്നിട്ട് കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ നമ്മൾ ഞാനോട് പറഞ്ഞു സാലറി അല്ല നോക്കേണ്ടത്, ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യണം, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു നമ്മൾ വർക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോക്കും, നമ്മളെവിടെയാണ് വർക്ക് ചെയ്ത്. ഇപ്പം അത് നോക്കിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം പഠിച്ചിറങ്ങിയ കോളേജ് ഇപ്പം നമ്മൾ ഇപ്പം IIT-യിലൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്നതിൻ്റെ വില വേറെയല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ. പൊട്ട കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തെങ്കിൽ എത്ര വർഷം അവിടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അതിൻ്റെ കാര്യമില്ല. പക്ഷെ അത്യാവശ്യം നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി വർക്ക് ചെയ്തിട്ട് 1 വർഷമെങ്കിൽ 1 വർഷം, 2 വർഷമെങ്കിൽ 2 വർഷം, അത് നമുക്ക് എപ്പോഴും ഒരു ബോണസ് പോയിൻ്റ് തന്നെയാണ് നമ്മുടെ പ്രൊഫൈലിൽ. അങ്ങനെ അവരോട് പറഞ്ഞായിരുന്നു, പക്ഷെ പോയില്ല. പിന്നെ അച്ഛനും വലിയ താല്പര്യമില്ലായിരുന്നു നമ്മൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നത്, ഇവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നോക്കാനാണ് പറഞ്ഞത്. അപ്പം പിന്നെ കോട്ടയത്താണോ ഫാഷന് പഞ്ഞം, കോട്ടയംകാരികളെന്താ മോശ. അപ്പോൾ അച്ഛനും ചേച്ചി മനസ്സ് വെച്ച സ്വന്തമായിട്ടൊരു ഇവിടെ തുടങ്ങാൻ എനിക്ക് താല്പര്യം. ഇവിടെ മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ഇപ്പം ഫാഷൻ സെൻസും കളർ സെൻസും ഒക്കെ ഉള്ളത് കോട്ടയംകാർക്കാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല അല്ല, ഈ കോട്ടയത്തുള്ള പെൺപിള്ളേർ പലയിടത്തും പഠിക്കാനൊക്കെ പോയിട്ട് കോട്ടയംകാർക്കായതുള്ള ഈ തിരുവനന്തപുരമൊക്കെ എന്നാ ഒരു രസമില്ല. പിന്നെ പല സ്ഥലത്തും ഫാഷൻ സെൻസ് ഉള്ള കോട്ടയംകാർക്ക് തന്നെയാണ്. അതല്ല ഈ കൊച്ചി എന്ന് പറയുന്നത് അവിടെ എവിടെ ഈ മുസ്ലിം പിള്ളേരിടുന്ന ഈ അവർ ഭയങ്കര ഫാഷൻ സെൻസാ പിള്ളേർക്ക്. ഞാൻ പറയുന്നത് കോട്ടയംകാർക്ക് നല്ല ഫാഷൻ സെൻസാണ് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഈ കൊച്ചി എന്നൊക്കെ പറയുന്നത് അവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ട് വന്നൊരു കുറവേ കാണത്തുള്ളൂ, അത് മൊത്തം കണ്ണാപ്പി സ്റ്റൈലുമായിരിക്കും. പക്ഷെ അത്യാവശ്യം നല്ലൊരു നല്ല കളർ സെൻസോടുകൂടി നല്ല, അതായത് ഫാഷൻ ഉദ്ദേശിക്കുന്ന മോർ ലൈക്ക് എ സ്റ്റൈലിങ്ങും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു ഡ്രസ്സ് വെറുതെ ഇപ്പം ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ ഇത് സ്റ്റൈൽ ചെയ്യുന്നതിലാണ് കാര്യം. ഞാൻ നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴുള്ളൂ അതിൻ്റെ ഒരു എലഗൻസി അല്ലെങ്കിൽ ആ ബ്യൂട്ടിഫുൾനെസ് അപ്പോഴേ പഞ്ചാവുള്ളൂ അവിടെ. അപ്പം അതിലും നല്ലൊരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ വേണം, അത് കുറച്ചുകൂടെ സെൻസ് ഉള്ളത് കോട്ടയംകാർക്കാണ്. പിന്നെ എന്താ യെസ്, അപ്പം ഇവർ രണ്ടുപേരും ഒരു ഡിസൈനേഴ്സിൻ്റെ ഒരു വേൾഡിലാണ് ചിന്നു അച്ഛനും. ഞാൻ എൻറ്റയർലി എനിക്കതിലൊന്നും ഒരു താല്പര്യമുള്ള കക്ഷിയേ അല്ല. എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ എനിക്ക് ലൈക്ക് എന്ത് ചെയ്യണം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സംഭവം എനിക്കില്ല. പിന്നെ എന്താ അതുമല്ല അത് എൻ്റെ ഫീൽഡല്ല. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ലൈക്ക് മേക്കപ്പ് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷനുള്ള വർക്ക്സൊക്കെ ഇഷ്ടം. ഇതും കമ്മ്യൂണിക്കേഷൻ കൂടുതലാണ്. അല്ല, കുറച്ചുകൂടി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കുറച്ചുകൂടി അങ്ങനത്തെ ഫീൽഡാണ് എനിക്കിഷ്ടം. ഇത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷനാണ്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഈ പരിപാടി തന്നെ ഫ്ലോപ്പായി പോകും. അയ്യോ നല്ല അപ്പോൾ കഴിഞ്ഞടാ ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംസാരിച്ച് നമ്മളിവിടെ നമ്മുടെ ടൗണ് 0.3 ഉള്ളൂ, 0.4 വേണം. അങ്ങനെയാണെങ്കിൽ സൂപ്പർ. Turn right onto Etamanur, Irat to Peta, Punjar Road, Etamanur, Pala, Punjar Road,
ഓ ഗൈസ്, നമ്മൾ ഫൈനലി തിയേറ്ററിലെത്തി. ലേറ്റായി, ഓൾറെഡി 5 മിനിറ്റ് നമ്മൾ ലേറ്റായി ഗൈസ് ഷോയിൽ നിന്ന്. ബസ്സൊക്കെ പിടിച്ചാൽ നമ്മൾ ലേറ്റായി. സോ നമ്മൾ ടൗണിലെത്തി. കുട്ടികൾക്ക് വസ്ത്രങ്ങൾ സ്വീറ്റ്സോടെ നമ്മുടെ പൈസ തയ്ക്കുന്നു. വിഷമിക്കണ്ട, ഈ GST സേവിംഗ്സ് ഫെസ്റ്റിൽ പുതിയ AC വാങ്ങുന്നതിലൂടെ നമുക്ക് മൊത്തം 2800 രൂപ ലാഭിക്കാം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സോ ഗൈസ്, ഞങ്ങൾ സിനിമയെല്ലാം കണ്ടു. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കാണാത്തവരെല്ലാം പോയി കാണണം കേട്ടോ. ഞങ്ങളിപ്പോൾ ബസ്സിലാണ്. ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ബസ്. വേറെ ആരുമില്ല. അയ്യോ, ഇതാണ് പാലാ ബസ് സ്റ്റോപ്പ്. ഇത് കഴിയുക, വീട്ടിൽ ചെല്ലുക, ഫുഡ് അടിക്കുക, ഉറങ്ങുക. എൻ്റെ ഫോൺ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി ചിന്നുവിൻ്റെ ഫോൺ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഫോൺ ഇവിടെ എടുത്തിട്ട് അവളുടെ ഫോണിലാണ് എടുക്കുന്നത്. പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാരിറ്റി ഒന്നും കാണാറുമില്ല. അതാണ് ഒട്ടും വയ്യ. എന്നെ പനിക്കുന്നുണ്ടോടി കുട്ടിയുടെ? ഉണ്ട്, പനിയുണ്ട്. പക്ഷെ എന്നാലും കാന്താരി ഞാൻ മിസ്സാക്കില്ല ഗൈസ്. താങ്ക്സ് ടു ചിന്നു. താങ്ക്സ് ടു ചിന്നു എൻ്റെ കാന്താരിക്ക് കൊണ്ടുപോയത്. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. എനിക്ക് ഇഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് ഇറ്റ്. ഇത്തവണ ഇറങ്ങിയ പടം എല്ലാം കൂടെ. ഇതിനെപ്പറ്റി റിവ്യൂ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും പറയും കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്നൊക്കെ. ഋഷഭ് ഷെട്ടി അപ്പോൾ ലെച്ചു ടയേർഡായി ഗൈസ്. എനിക്ക് ഓൾറെഡി പനിയാണ്, ചൂടുണ്ട്, എനിക്ക് ബോഡി ടയേർഡായി. പീരീഡ്സ് ആയതുകൊണ്ട് അതിൻ്റെ. അപ്പം നിങ്ങൾ ഓർക്കും ഇത്രയൊക്കെ അസുഖം ഉണ്ടായി പിന്നെ എന്തിനാടാ നീ സിനിമയ്ക്കോ, ഇതിനാരെങ്കിലും നിർബന്ധിച്ചോന്ന്? ഇല്ല ഗൈസ്, എനിക്ക് കാണാൻ പോകണം തോന്നിപ്പോയി. നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ വലുതാണല്ലോ. നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ അതിനുള്ളത് കണ്ടെത്തണം. ക്യാമറമാൻ കമോൺ. വല്ലയിടത്തും നോക്കി നടന്നിട്ട് വണ്ടി ഇടിച്ച് ചത്താൻ ഞാൻ ഐഷൻസ് തരില്ല. വണ്ടി വരുന്നുണ്ട്. നിങ്ങളോർക്കും ഇതാണ് എൻ്റെ വീട്, ഇതല്ല എൻ്റെ വീട്. പകരം ഇതാണ് നമ്മുടെ വീട് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതും നമ്മുടെ വീടല്ല ഗൈസ്. നമുക്ക് പോകണം കുറച്ച് ദൂരം. പിന്നെ ഇതാണ് എൻ്റെ ഡാഡിയുടെ കാർ എന്ന് പറയണമെന്നുണ്ട് ഗൈസ്. പക്ഷെ ഇത് ഏതോ ഡാഡിയുടെ കാറാണ് എൻ്റെ. അങ്ങനെ പാലയുടെ അതിമനോഹരവും പ്രകൃതി രമണീയ കുലീനതയുടെയും ഒരു നാട്ടിലാണ് ഞാൻ. ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ കണ്ടോ നിറച്ച റബ്ബറാണ്. പാല എന്ന് പറയുമ്പോഴേ റബ്ബറിൻ്റെ നാടാണല്ലോ. പിന്നെ എന്നെയും ചിന്നുനെയും വെച്ചാൽ മതി, ഞങ്ങൾക്ക് പകരം മതി എന്ന് അച്ഛൻ അവകാശപ്പെടുന്ന ചെടികൾ. വാഴയോ? ഇതൊക്കെയുള്ളൊരു പച്ചപ്പിൻ്റെയും ഹരിതാപത്തിൻ്റെയും ഊഷ്മളതയുടെയും നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ നടക്കാൻ നല്ലൊരു സ്പോട്ടാണ്. സന്ധ്യയൊക്കെ ആകുന്നതിന് മുമ്പ് ഒന്ന് വെയിലാറി കഴിയുമ്പോൾ നടക്കണം എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റിയ സ്ഥലം. അധികം ആളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഗൈസ്. അങ്ങനെ വലിയ കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ പോയി വലിയ ബഹളങ്ങളോ ഒച്ചകളോ അടുത്തടുത്ത് വീടുകളോ അല്ല. എല്ലാ വീടുകളും ഓരോ ബൗണ്ടറീസ് ഇട്ട് മതിലെല്ലാം കെട്ടി അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു പ്ലേസിലാണ് ഞാൻ. ഈ വീട് ഇവിടെ മതിലിട്ടിരിക്കുന്നു, അടുത്ത വീടും അങ്ങനെ എല്ലാവരും മതിലിട്ടി അവനവൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെടുത്തും അന്വേഷിക്കത്തുള്ളൂ. ഒരു പരിധി വരെ അത് നല്ല. പക്ഷെ ഒരു പരിധി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ വന്ന് രക്ഷിക്കുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ അത്രയും അയൽക്കാരുടെ സഹകരണ മനോഭാവമുള്ള ഒരു പരിസരമല്ല. അവനവൻ്റെ കാര്യം, നല്ലതിനും ഇല്ല ദോഷത്തിനും ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെന്താ,
പിന്നെ ഒന്നും ഇല്ല ഗൈസ്. വെച്ചു എങ്ങനെയാ വന്നത്? ഇപ്പൊ നോക്കി എങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് വയ്യ. ചുമന്ന ചെമ്പരത്തി, മഞ്ഞ കോളാമ്പി. കോളാമ്പി എന്നല്ലേ പറയുന്നേ? അങ്ങനെ അങ്ങനെ പോക്കറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ കൈയിടുന്നടാ. പക്ഷെ എനിക്ക് ഇഷ്ടം പോലെ പോക്കറ്റ് ഉണ്ട്. പിന്നെ ചിന്നു എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നാ ചോദിക്കാനാ? വിശക്കുന്നു. അതൊരു ചോദ്യമല്ലല്ലോ. സോറി. എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചു. എൻ്റെ ഒരു നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നാ നിനക്ക് പറയാനുണ്ടേ? ആണല്ലോ അതൊക്കെ തന്നെ. നന്ദി നമസ്കാരം എന്നാണോ? എന്നോട് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്നുവിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അങ്ങനെ ചോദിക്കാനൊന്നും ഇല്ല. എന്നാലും ഇവിടെ എന്നാ പണി മതി? ഇവിടെ എന്തോ ഫാക്ടറിയാന്ന് തോന്നുന്നു. ഗ്യാരേജ് ആയിരിക്കും. പിന്നെ ഫാക്ടറി ഇതറിഞ്ഞു വെച്ചോണ്ട് നീ പിന്നെ എന്തിനാ ചോദിച്ചത്? ഗ്യാരേജ് ആയിരിക്കും. ഐ ഡോണ്ട് നോ. പിന്നെ ഗൈസ്, ഇന്നത്തെ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൂവി ഡേറ്റ് വിത്ത് മൈ സിസ്റ്റർ ആയിരുന്നു. ഇറ്റ് വെൻറ്റ് വെൽ. നല്ലതായിരുന്നു. കാന്താര മൂവി അടിപൊളിയാണ്. ആരും മിസ്സാക്കല്ല്. ശരിക്കും നല്ലൊരു പടം അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, ക്യാമറയുടെ ഇതായിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിക്കോട്ടെ, ക്യാരക്ടർ വൈസ് അവർ ഓരോ സെലക്ട് ചെയ്ത ആൾക്കാരായിക്കോട്ടെ, ലൈക്ക് അവരുപയോഗിച്ചിട്ടുള്ള ആനിമേഷനും ഒക്കെ എല്ലാം ലൈക്ക് അത് ആ കാർഡ് സെറ്റ് എല്ലാം തോന്നല്ലേ? അല്ല, എല്ലാം അതുപോലെ അത്രയും അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഋഷഭ് ഷെട്ടിക്ക് എനിക്ക് പറയാനില്ല, നല്ല രസമുള്ളൊരു മൂവി. ശരിക്കും ലോകേക്കാളും അടിപൊളിയായിട്ടൊരു മൂവി. ലോകേക്കാളും അടിപൊളി എന്ന് അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മുടെ മലയാള ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോകയാണ് നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മൂവി. അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇൻഡസ്ട്രി വെച്ച് നോക്കുന്ന സമയത്ത് ലൈക്ക് എപ്പോഴും കുറേ പാട്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് നല്ലൊരു കഥ നമുക്ക് തരാനായിട്ട് അവർക്ക് പറ്റി. അതൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഓരോ ഇൻഡസ്ട്രിക്കും അവരുടേതായിട്ടുള്ള ഓരോ കഴിവും കാര്യങ്ങളും ബഡ്ജറ്റും ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഓരോരുത്തരും വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. നൈസായിരുന്നു ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. കാന്താര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെന്തായാലും പോയി കാണണം കേട്ടോ. നാളെ സൺഡേ ആണ്, ഫ്രീ ഉള്ള ദിവസമാണ്. ടിക്കറ്റൊക്കെ അവൈലബിൾ ആണെന്ന് അറിയില്ല. കൂടുതലും ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ മുന്നോട്ടുള്ള സീറ്റാണ് കൂടുതലുള്ളത്. അവിടെ നിന്നിട്ട് സുഖമില്ല. ഇരിക്കുന്ന സീറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു മന്ദതയും മന്ദഹാസവും എനിക്ക് കാണും, ക്ഷമിക്കുക. ഞാൻ ഭയങ്കര ക്ലംസി ആയിട്ടിരിക്കുന്ന സമയമാണ്. ലൈക്ക് എൻ്റെ മൂഡ് സ്വിങ്സിൻ്റെ ടെമ്പറൊക്കെ അങ്ങ് അറ്റം വരെ പോയി നിൽക്കുന്ന സമയം. ഭയങ്കര ആ ടൈമിൽ എനിക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല. പിന്നെന്താ, പിന്നെ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ലൈക്ക് എനിക്ക് ഇടയ്ക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ഓഫീഷ്യൽ, അതായത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചുമ്മാ എടുത്ത് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിടുക, അതാണിപ്പോൾ പരിപാടി. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകണം. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബഡ്ജറ്റിൻ്റെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പോസ്റ്റഡ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടടാ, അതാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിവേ, ഞാൻ ആക്ച്വലി ഒരു റെൻ്റൽ ജുവലേഴ്സിൻ്റെ ഒരു ബ്രാൻഡ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ആദ്യം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ അതിനാണ് ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ ഇൻസ്റ്റയൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ആയി കഴിയുന്ന സമയം, എനിക്കൊന്ന് ഇപ്പോൾ ഒരു 2K ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനത് എക്സിക്യൂട്ട് ചെയ്യും. എനിക്ക് ആദ്യം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനായിട്ടാണ് താല്പര്യം. സോ ഒരു റെൻ്റൽ ജുവലേഴ്സിൽ നിന്നും
സോ ഒരു റെൻ്റൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്ന വഴി ആ റോഡിൽ നിന്ന് ആൾക്കാർ മീൻസ് റോഡിൽ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ വഴിയല്ലാത്തതുകൊണ്ട് നമ്മൾ ഒതുങ്ങി കൊടുക്കണം. സോ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം. സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെൻ്റൽ ജുവലേഴ്സിൽ നിന്നാണ്. ഒരു ആൻറ്റീക് ജുവല്ലറി അല്ലെങ്കിൽ കുറച്ച് നല്ല കളക്ഷൻസ് ഓഫ് നമുക്ക് ഡെയിലി യൂസിന് ഡെയിലി വെയർ ആയിട്ട് പറ്റുന്നത്. പിന്നെ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ലൈക്ക് എത്തനിക് വെയേഴ്സിലേക്കും അത് എലാബറേറ്റ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. അതിന് എനിക്ക് നല്ല സ്റ്റോക്ക് കിട്ടി കളക്ഷനോടെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം, ബയേഴ്സ് വേണം. അപ്പം അതൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു ലൈക്ക് അങ്ങനെ കുറച്ച് ബിസിനസ്സിൻ്റെ ഐഡിയാസ് എനിക്കുണ്ട്. ലൈക്ക് കുറച്ച് റെൻ്റൽ ജുവലേഴ്സ്, പിന്നെ ഇപ്പം അതാണല്ലോ ബ്രൈഡേഴ്സ് എല്ലാം സിറോ ഗോൾഡ് ഇതിലേക്ക് നോക്കി കുറച്ചുകൂടി നല്ല ഇതിലേക്ക് തിങ്കിങ്ങിലേക്ക് വരുന്നത്. അതായത് ഡൗറിയിൽ നിന്ന് സിസ്റ്റം മാറ്റി പെൺകുട്ടികൾ കുറച്ച് ബോധം ഉണ്ടായി, അവർ സിറോ ഗോൾഡ് വെഡിങ്ങിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ഗ്രേറ്റ് തിങ് ഗൈസ്. അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെ വേണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതുപോലെ റെൻ്റൽ ജ്വല്ലറീസാണ്. അപ്പം അതിന് വേണ്ടി നല്ല കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും എനിക്ക് അങ്ങനെ തോന്നിയാണ്. പരിണയ എന്ന് പറയുന്ന റെൻ്റൽ ജ്വല്ലറി ഉണ്ട് കോട്ടയത്ത്, ശാസ്ത്രി റോഡിൻ്റെ അവിടെ. അവരൊക്കെ കളക്ഷൻസ് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി എനിക്ക് ഒരു ലൈക്ക് റെൻ്റായിട്ടൊരു സ്പേസ് എടുത്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ബിസിനസ് കൊണ്ടുപോകണം എന്നും താല്പര്യമുണ്ട്. അപ്പം അതിനൊക്കെ പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. ആൻഡ് പിന്നെന്താ, അതൊക്കെയാണ് എൻ്റെ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പ്ലാൻസ് പറയാത്തതെന്ന് പറഞ്ഞാൽ ഓക്കെടാ. സോ അപ്പോൾ ഞാനിത് നേരത്തെ പറയാൻ എന്നാന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ആയിട്ടില്ല. അപ്പോൾ വെറുതെ പ്ലാൻ മാത്രം പറഞ്ഞൊന്നും നടക്കാതായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇതിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ഇനി എടുത്ത് വെക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. പിന്നെന്താ, കുറച്ച് നല്ല കളക്ഷൻസൊക്കെ കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യണം. നല്ല കുറേ കളക്ഷൻസ് നോക്കി നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നാലല്ലേ ഉള്ളൂ അത് ആൾക്കാരിലേക്കും ഒരു ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയോടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിങ്ങനെ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രസമുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനത്തെ കുറച്ച് ചെടിയൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കണം. എൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് വർക്കാണ്. ഞാൻ പ്രൈവറ്റ് ജോബാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി എൻ്റെ ഓഫീസ് ടൂറും കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന എന്താണെന്നൊക്കെ കണ്ടതാണ്, അറിഞ്ഞാണല്ലോ പ്രീവിയസ് എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ. സോ എൻ്റെ വർക്ക് അത്യാവശ്യം, കാരണം കാണുന്നവർക്കും ഏറ്റവും നല്ല സുഖമുള്ള വർക്ക് ഞങ്ങളുടെയാണ്. അതായത് നോക്കുമ്പം AC റൂം, കറങ്ങുന്ന കസാര, സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കുത്തുന്നു, വേറെ പ്രത്യേകിച്ച് പ്രഷറൊന്നും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രഷർ അടിച്ച് മരിച്ചിട്ടുള്ള റേറ്റുള്ളത് ഈ കോപ്പറേറ്റീവ് വർക്ക്സിലാണ്. സോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. നമ്മൾ ആരോഗ്യപരമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ മതി. കോപ്പറേറ്റീവ് വർക്കാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കാരണം നമുക്ക് ഇവിടെയാണ് പ്രശ്നം. അത് ശരിക്കും നല്ല പ്രശ്നമാണ്. സോ അതുപോലെ പ്രഷറും കാര്യങ്ങളൊക്കെ, കാരണം എല്ലാവരുടെയും ധാരണയാണ് പോകുമ്പോൾ എന്താ ID കാർഡ് തൂക്കി ഭംഗി ഒരുങ്ങി കെട്ടിയൊക്കെ പോകുന്നു. പക്ഷെ നല്ല പണിയാണ്, നല്ല പണി. എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും പറ്റില്ല. അപ്പം ഇത്രയിലൊക്കെ പണി ശരിക്കും നല്ലതാണ്. ഇതിന് ടാർഗറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ഒരു കമ്പനി നമ്മളവിടെ ഇരുത്തിക്കുന്നത്, നല്ല സാലറിയൊക്കെ തന്നു. അപ്പം ആ സാലറിക്കുള്ള പ്രോഫിറ്റ് നമ്മൾ ആ കമ്പനിക്ക് കൊടുത്തില്ലെങ്കിൽ അവരെപ്പോഴും എടുത്ത് തട്ടിക്കളയുക. പിന്നെ അടുത്ത ആളെ പോസ്റ്റ് അവർ, കാരണം അവർക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. ഒരാളെ പണി ചെയ്തില്ലെങ്കിൽ ഉടനെ ആളെ മാറ്റി അടുത്ത ആളെ വെക്കുന്നു. അതാണ് ഗവൺമെൻറ് ജോലി പോലെ സെക്യൂർഡ് ജോബൊന്നും അല്ല പ്രൈവറ്റ്. അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്, കാര്യങ്ങൾ. നമ്മളെപ്പോഴും നമ്മൾ ഒരേ വേവി പൊക്കോണ്ടിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് വന്ന് നമ്മുടെ കോൺസ്റ്റൻറ്റ് അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ പണി പാളി. നമ്മളെപ്പോഴും നമുക്ക് ഇതായിട്ട് നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് നമ്മളെപ്പോഴും റീബൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഒരു മനുഷ്യനായിട്ട് നമുക്ക് ചിലപ്പം ഡൗൺസും കാര്യങ്ങളൊക്കെ വരാം, മാർക്കറ്റ് ഡൗൺ ആയെന്നിരിക്കാം. ആ സമയത്ത് നമ്മൾ നല്ല ഇതായിരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എത്രത്തോളം അതിനകത്ത് പച്ചയുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് എനിക്ക് നേരത്തെ എൻ്റെ അച്ഛൻ്റെയും ഇതങ്ങനെയാണ്. അച്ഛനും ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളല്ല. അച്ഛന് സ്വന്തമായിട്ട് അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ കോൺട്രാക്ടറായിട്ട് എന്നിട്ട് അച്ഛൻ്റെ കീഴിലാണ് കുറേ ആൾക്കാർ. അച്ഛൻ പണി ചെയ്യുന്നതും അച്ഛന് ഷെഡ്യൂൾ ലൈഫോ കാര്യങ്ങളൊന്നുമില്ല, അച്ഛൻ പണി വരുന്നു ചെയ്യുന്നു അങ്ങനെയൊക്കെ. അപ്പം അതാണ് നല്ലത്. ഇച്ചിരി കാശ് കിട്ടിയുള്ളെങ്കിലും കുഴപ്പമില്ല.
ഞാൻ സാറ്റിസ്ഫൈഡ് ആയാൽ മതി, എനിക്ക് ഉറങ്ങാൻ പറ്റണം, അതാണ് നമ്മുടെ ലൈഫ്. അപ്പം ആ ഒരു സംഭവമാണ് വേണ്ടത്. അപ്പം നമുക്കതൊക്കെ നല്ല സെറ്റാക്കി കിട്ടുക എന്നുള്ളതാണ് കാര്യം. അപ്പം ഞാനപ്പോൾ അങ്ങനെ ബിസിനസ് നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം എന്താ, നിങ്ങൾ അതിനും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മാക്സിമം എൻ്റെ ജോലി ഈ ഒരു മാസം കൂടി ഉള്ളു ഗൈസ്. അതോടെ കഴിയുമ്പോൾ ഞാൻ പാപ്പരാശിയാവും. പിന്നെ എന്താ, പിന്നെ അടുത്ത ജോലി, ഇനി ഒരു ജോലി നോക്കുമ്പം അത് ഈ ഒരു ഫീൽഡ് വേണ്ടെന്നാണ് എൻ്റെ താല്പര്യം, എൻ്റെ. അപ്പം പക്ഷേ ഏറ്റവും കൂടുതൽ സാലറി ഹൈക്ക് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ നമുക്കൊരു നല്ല ലെവലിലേക്ക് എത്താൻ പറ്റുന്നൊക്കെ രീതിയിലുള്ളൊരു ഫീൽഡാണ് എൻ്റേത്. പക്ഷേ സ്റ്റിൽ എനിക്കത് മേക്കപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അതിനർത്ഥം അതെനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം അല്ലെന്നുള്ളതാണ്. അപ്പം എന്താ, ഞാൻ എൻ്റെ കഴിവ് കണ്ടുപിടിച്ച് അതിലേക്ക് പോകുന്നതാണ്. ബിസിനസ് ആകുമ്പോഴത്തേക്കും ലാഭം വരും, നഷ്ടം വരും. നഷ്ടമായിരിക്കും ചിലപ്പോൾ കൂടുതൽ വരുന്നത്, എന്നാലും സാരമില്ല, ഞാനത് ഹാപ്പിയാണ്. ഓക്കെ. പിന്നെ അത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സർക്കിൾ നമുക്ക് ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനും സച്ചുവും ഒക്കെ എന്നെ നല്ല സപ്പോർട്ടുള്ളവരാണ്. എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ എൻ്റെ സിസ്റ്റർ, അതായത് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, അതായത് എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടുള്ളവരാണ്. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നും പറഞ്ഞത് വരുന്നിടത്ത് വെച്ച് നോക്കാം, എന്തായാലും നീ മുന്നോട്ട് പൊക്കോ, എന്താ കാര്യങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാളും മുമ്പേ എൻ്റെ അച്ഛനത് ചെയ്തു തരും. അങ്ങനത്തെ അത്രയും നല്ലൊരു സപ്പോർട്ടീവ് ഫാദറാണ് എൻ്റേത്. പക്ഷേ ഇനിയിപ്പം ഇനിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ തന്നെ ഏൺ ചെയ്ത് ഞാൻ തന്നെ എല്ലാ സംഭവങ്ങളും വരുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അതങ്ങനെയാണ്. പിന്നെന്താ, പിന്നെ അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടാനും ഒക്കെ പറ്റുള്ളൂ. സോ കാരണം വീട്ടിൽ ഇരുന്നുകൊണ്ട് ലൈക്ക് എനിക്ക് പല പ്ലാൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു തീരുമാനമായിരുന്നു ഞാൻ കാർ എടുക്കും എന്നുള്ളത്. എടുക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഞാൻ എടുത്തു. കാർ ഞാൻ എടുത്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ളൊരു എൻ്റെ ഇതാണ്, ഞാനൊരു എംപവേർഡ് ഓൺട്രപ്രണർ വുമൺ ആകും എന്നുള്ളത്. സോ അത് ഞാൻ ഉറപ്പായിട്ടും എടുക്കും. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നിനക്ക് എവിടെയൊക്കെ ഒരു ലക്കുണ്ട്, ചിലപ്പോൾ നിൻ്റെ പാത്ത് ഭയങ്കര സ്ട്രഗ്ലിങ് ആയിരിക്കും, പക്ഷെ നിനക്ക് എവിടെയൊക്കെ ലക്കുണ്ട്, നീ വിചാരിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ നിന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. അതിനുള്ള ഒരു സ്ട്രെങ്ത് എനിക്കുണ്ട്. അത് ഇൻബോണായിട്ട് എനിക്കുള്ളൊരു സംഭവം ഞാനും വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഫ്രം ദ ബ്ലെസ്സിങ്സ് ഓഫ് മൈ ഫാമിലി, എസ്പെഷ്യലി മൈ ഫാദർ, അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. സോ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താ, പിന്നെ വേറെയും പല ഗുഡ് ന്യൂസസ് വരുന്നുണ്ട്. നെക്സ്റ്റ് സൺഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്, 19th ഒക്ടോബർ. എൻ്റെ ഫാമിലിയിലൊരു നല്ല കാര്യം നടക്കുന്ന ദിവസമാണ്. ഫോർ മീ ഇറ്റ്സ് എ ബിഗ് തിങ്. അത് ഞാൻ ഓൺ ദ വേ പറയുന്നതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോസ് ഉള്ളത്. നമുക്ക് സൈനപ്പ് ചെയ്യാം. ഞാൻ ഭയങ്കര ടയർഡായി തുടങ്ങി. ആൻഡ് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഗ്രേറ്റ്, ഗുഡ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ അവസാനിപ്പിക്കാം. അപ്പം അത്രയൊക്കെയാണ്.